ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലേ? ഇംഗ്ലീഷ് പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഇത് രണ്ടുമല്ല, ഇംഗ്ലീഷ് പറയാനും അറിയാം, സംസാരിക്കാനും അറിയാം, പക്ഷെ പറയാൻ നാണവും പേടിയുമാണ്. ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ? സോ ഡോണ്ട് വറി, ലെറ്റ്സ് ബിഗിൻ ടു പ്രാക്ടീസ് ഫ്രം ടുഡേ ടു സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി. ഈ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ബേസിക് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാൻ പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഡെയിലി ലൈഫിൽ ഉപയോഗിച്ച് വരുന്ന ഒരു സെൻറ്റൻസാണ് ഐ ആം ഗോയിങ്, ഞാൻ പോകുന്നു. ഈ സെൻറ്റൻസിന് ചെറിയൊരു മാറ്റം വരുത്താണ് ഞാൻ മദ്രാസിലേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ടു മദ്രാസ്. ഇവിടെ ഒരു വ്യത്യാസമില്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു ടു ആഡ് ചെയ്തിട്ട് സ്ഥലത്തിൻ്റെ പേര് ആഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ മദ്രാസിന് പകരം നമുക്ക് വേറെ ഏത് സ്ഥലം വേണമെങ്കിലും വയ്ക്കാം. ഐ ആം ഗോയിങ് ടു എന്ന് വെച്ചിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് വെച്ചാൽ ക്ലിയറായി. ഇതേ സെൻറ്റൻസിൽ ചെറിയൊരു മാറ്റം വരുത്താണ് ഞാൻ മദ്രാസിലേക്ക് നാളെ പോകുന്നു. ഐ ആം ഗോയിങ് ടു മദ്രാസ് ടുമോറോ. ഈ സെൻറ്റൻസിൽ ഒരു വാക്കും കൂടി ആഡ് ചെയ്തെങ്കിലോ? ഞാൻ മദ്രാസിലേക്ക് നാളെ ട്രെയിനിൽ പോകുന്നു. ഐ ആം ഗോയിങ് ടു മദ്രാസ് ടുമോറോ ബൈ ട്രെയിൻ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇങ്ങനെ പറയുമ്പോൾ? ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഐ എം ഗോയിങ്. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു മദ്രാസ്. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു മദ്രാസ് ടുമോറോ. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു മദ്രാസ് ടുമോറോ ബൈ ട്രെയിൻ. ഇങ്ങനെ ഒരുമിച്ച് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സെൻറ്റൻസ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സെൻറ്റൻസ് മലയാളത്തിൽ എഴുതൂ. ആൻഡ് വി വിൽ ഡു ആ ഒരു സെൻറ്റൻസിനെ കുറിച്ചിട്ടായിരിക്കും അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ടേക്ക് കെയർ. ബൈ ദെൻ, ഗുഡ് ബൈ.